നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. നാടിനെ നടുക്കി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. തൃശൂർ പൂരത്തിനായി ഒരുക്കിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ച് 9 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്ക്. 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്തി. തുടർ സ്ഫോടനങ്ങൾ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്ന് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. റവന്യൂ, പോലീസ്, ഹോസ്പിറ്റൽ, മുനിസിപ്പാലിറ്റി, VDO എന്നിവരടങ്ങുന്നതാണ് കൺട്രോൾ റൂം. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം. തലമുറകളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ വഴിത്താര. വടക്കാഞ്ചേരിയുടെ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയായി നിലകൊണ്ട ആ ബ്രിട്ടീഷ് നിർമ്മിതി ഇനി ഓർമ്മയിലേക്ക്. വികസനത്തിന്റെ പുതിയ പാതകൾക്കായി വടക്കാഞ്ചേരിയുടെ അടയാളമായിരുന്ന പഴയ ഇരുമ്പ് പാലം ചരിത്ര താളുകളിലേക്ക് വഴിമാറുകയാണ്. വടക്കാഞ്ചേരി ഏങ്കക്കാട് പവർ ഹൌസിന് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വാഴാനി കാക്കിനിക്കാട് സ്വദേശി നെല്ലിച്ചോട്ടിൽ 32 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. പരിക്കേറ്റ കാർ യാത്രികരായ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അമിത വേഗതയിൽ പായുന്ന കാറിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ഇന്റേൺഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റേൺഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ മലപ്പുറം തിരൂർ സ്വദേശിനി 20 വയസ്സുള്ള ഷെഫീക്കയാണ് മരിച്ചത്. കോളേജ് ഹാളിൽ കുഴഞ്ഞു വീണ ഉടനെ അധ്യാപകരും സഹപാഠികളും ചേർന്ന് ഷെഫീക്കയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.